ഒരു 30 ദിവസം നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് മാറി എന്നാൽ ബിസിനസിന്റെ എന്തെങ്കിലും മിച്ചം ഉണ്ടാകുമോ? അതിന്റെ പല ആൾക്കാരും പറയും പൊടി പോലും കാണില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കേണ്ടതാണോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അല്ല, ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ള ചോദ്യമുണ്ട്. ഞാൻ ഒന്നിലധികം ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ്. ഞാൻ 2003-2004 പീരീഡിലാണ് ഞാനൊരു വെൽനസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. 2005-2006 നേച്ചർ സോൺ എന്നുള്ള റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തു. 2008 ബ്രഹ്മ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എല്ലാ സ്ഥാപനങ്ങളും ദൈവം അനുഗ്രഹിച്ച് വളരെ ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് വി റൂട്ട്സ് എന്നുള്ള ഒരു ഹെൽത്ത് ടെക് കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ സാധിക്കുന്നു? ഭയങ്കരമായുള്ള സ്ട്രെയിൻ ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ വലിയൊരു മാജിക്കോ എന്റെ കഴിവോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെ കൂടി ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ഒന്ന് പ്രോസസ്സിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സിസ്റ്റമൈസ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. 2, ആൾക്കാരെ വിശ്വസിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഹെഡ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചുമതലപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കും. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇവരൊക്കെ പറ്റിച്ചിട്ടങ്ങ് പോകും. ഇങ്ങനെയാണ് സാധാരണ ബിസിനസ്സുകാരൊക്കെ പറയാറുള്ളത്. പറ്റിച്ചിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോസസ്സും സിസ്റ്റംസും കൃത്യമായിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ്. പ്രോസസ്സും സിസ്റ്റംസും കൃത്യമായിട്ടുള്ള ഒരിടത്ത് ഒരാൾക്കും അങ്ങനെ പറ്റിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ പറ്റിക്കണം എന്ന് വിചാരിച്ചു വന്ന് നിൽക്കുന്ന ആൾക്കാർ എന്തായാലും പറ്റിക്കും. പക്ഷെ എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയാം, 10 പേരെ നിങ്ങൾ എംപവർ ചെയ്തെടുക്കുന്നതിൽ ഒരാൾ ഒരുപക്ഷെ നിങ്ങളെ പറ്റിച്ചെന്ന് വരാം, നിങ്ങൾക്ക് പ്രതികൂലമായ തരത്തിൽ ആൾ മാറിയെന്ന് വരാം. പക്ഷെ 9 ആൾക്കാർ അവർ നിങ്ങളെ എപ്പോഴും എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ 9 ആൾക്കാരിലൂടെ നിങ്ങളുടെ ബിസിനസ് ഈ 10ാമത്തെ ആള് ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ 10 മടങ്ങ് നേടിത്തരുന്നു. ഇവിടെ വേണ്ടുന്നത് പ്രോസസ്സും സിസ്റ്റവും ഉണ്ടാവണം, മനുഷ്യനിൽ വിശ്വസിക്കണം, പ്രോപ്പറായിട്ട് ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോസസ്സാണ്. ഞാൻ ഈ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു തിയറി പോലെ കേട്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു നോളജും അതേപോലെ തന്നെ ഈ എക്സ്പെർട്ടൈസും എത്തിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം. കാരണം കേരളത്തിൽ ഇന്ന് അതിന് പറ്റുന്ന ഒരു സാഹചര്യം, ഒരു ആന്റർപ്രന്യൂറിയൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും. അതിനുവേണ്ടി തന്നെയാണ് ഞാനൊരു ആന്റർപ്രന്യൂർ കമ്മ്യൂണിറ്റി തന്നെ ഇപ്പോൾ ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യും. ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ള ഏറ്റവും വാല്യൂ കൊടുക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്കണം നിർബന്ധമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫ്രീ ടു ജോയിൻ കമ്മ്യൂണിറ്റിയാണ്, വാട്സപ്പിൽ തന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് നിരവധി ഫ്രീ സെഷൻസ്, അതേപോലെ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ഐഡിയാസ്, മറ്റു പലരുടെ ഐഡിയാസ് അവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ്സിനെ ഒരു പ്രോസസ് ഡ്രിവൺ, സിസ്റ്റം ഡ്രിവൺ ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു എക്കോ സിസ്റ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.